ഇന്ന് ഈ പറയുന്ന വിജയകുമാർ എന്ന് പറയുന്ന ആള് അന്ന് ആ സംഘടനയിലില്ല. അതിനുശേഷം ഫിയോക്ക് വളർന്നപ്പോൾ അതിൽ ബസ്സിൽ കൈ കാണിച്ച് ആൾക്കാർ നിർത്തണമാരി ചാടിക്കയറുകയാണ് ചെയ്തത്. വളരെ ഒരുമാതിരി കൊള്ളേടിയാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതേമാതിരി സെർവറും ഒക്കെ സ്വന്തമായിട്ട് വെച്ചേക്കുന്ന തിയേറ്റർ ഉടമകൾ എന്താ ചെയ്യുന്നത്? ഇവരായിട്ടൊന്നല്ല, തുറന്ന് പ്രവർത്തിക്കുന്നവരായിട്ട് ഞങ്ങൾ സമരവുമായിട്ട് പോകുന്നവരായിട്ട് സഹകരിക്കില്ല. എന്റെ ചക്കച്ചോളമാര് കാശ് കിട്ടുമ്പോഴത്തേക്ക് അത് നിർത്തിയിട്ടാണ് സമരം ചെയ്യണത്. ഒരു വിഭാഗത്തിന് സിനിമാ തിയേറ്ററുകാർക്ക് കാശ് കിട്ടിക്കോട്ടെ, വേറൊരു വിഭാഗത്തിന് കിട്ടണ്ട, അതാണ് ഉദ്ദേശം. നിലവിൽ ഓടുന്ന സിനിമ ഓടുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അത് ശരിയല്ല കേട്ടോ. അപ്പൊ എൻ്റെ ഒരു സംശയം, ഇവർക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഓടുന്ന പടം ഓടിക്കോട്ടെ, അത് റിലീസ് ചെയ്ത എല്ലാ ക്യാമ്പിലും ഓടുന്നുണ്ട്. 135 160 ക്യാമ്പിലും ഓടുന്നുണ്ട്. പിന്നെന്ത് സമരമുള്ളൂ? വിജയകുമാർ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. സമരം പ്രഖ്യാപിച്ചതിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് കിഡ്നി രോഗമുണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ, മറ്റേ ഷുഗർ ഉണ്ടോ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് ആ പ്രൊജക്റ്റ് തന്നെ വെക്കണം എന്ന് പറയാനുള്ള അവകാശം എന്തിനാണ്? നമസ്കാരം. ഇപ്പം ഇന്നലെ മുതൽ ഒരു വാർത്ത പുറത്തു വരുന്നു. ഞാനാണ് ആ വാർത്ത പുറത്തു വിട്ടത്. തിയേറ്റർ ഉടമകളും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇന്നലെ എൻ്റെ അടുത്ത് വിജയകുമാർ പറഞ്ഞ വാക്കുകൾ പ്രകാരമാണ് ഞാൻ ഇന്ന് വാർത്ത കൊടുത്തത്. 22-ാം തീയതി, അതായത് വ്യാഴാഴ്ച മുതൽ തിയേറ്ററുകളിൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് നിർമ്മാതാക്കളുടെ സംഘടന വെക്കുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇവർ 5 പേര് കൂടിയ ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രൊജക്റ്റ് വെക്കണമെന്ന് നിർബന്ധിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. പിന്നെ OTT-മായ കാര്യം, OTT വലിയ കാര്യമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. ഈ ഒരു കാരണമാണ് അവർ ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിർമ്മാതാക്കളൊക്കെ വിളിച്ചിരുന്നു. അത്തരമൊരു നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടന ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. 22-ാം തീയതി തന്നെ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യാത്ത സിനിമ തിയേറ്റർ ഉടമകളുമായിട്ട് ഞങ്ങൾ ഇനി സഹകരിക്കില്ല എന്ന് റിലീസ് ഇറക്കിയിരിക്കുന്നു. എന്നാൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം ഞാൻ ഇന്ന് പുറത്തു വിട്ടിരുന്നു. ഇന്നലെ രാത്രി തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ആയിരിക്കുന്നു. 23-ാം തീയതി മുതലാണ് സമരം എന്നാണ്. എന്നാൽ 22-ാം തീയതി മഞ്ഞുമേൽ ബോയ്സ് ഇറങ്ങും, 23-ാം തീയതി തൊട്ട് സമരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ പങ്കെടുത്ത ആളുകളുമായിട്ട് ചോദിച്ചപ്പോൾ 22-ാം തീയതി വ്യാഴാഴ്ച എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് മലക്കം പറച്ചിൽ. അതിൽ 2 കാര്യങ്ങൾ എടുത്തു പറയാം. 22-ാം തീയതി ഏറ്റവും വലിയ സിനിമ റിലീസ് ചെയ്യും. പിന്നീടുള്ള സിനിമകൾ ചെറിയ സിനിമകളും നോയമ്പ് തുടങ്ങുന്ന സമയം തിയേറ്ററുകൾക്ക് വലിയ സിനിമകൾ റിലീസില്ല എന്നൊരു ബുദ്ധിപരമായ നീക്കവും ഫിയോക്ക് നടത്തി എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിക്കാൻ വേണ്ടി ഇപ്പോൾ സിയാദ് കൊക്കർ, മുതിർന്ന നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റും നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റും എല്ലാമായ സിയാദ് കൊക്കറാണ് എന്നോടൊപ്പം. സിയാദ് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിർമ്മാതാക്കൾ തിയേറ്റർ ഉടമകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ആദ്യമായിട്ട് എനിക്ക് ആമുഖമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഒന്നിച്ച് നിന്നാണ് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ഫെഡറേഷനായിട്ടുള്ള ഈ തർക്കം എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് ഇതേമാതിരി ഒറ്റക്ക് ഒരു സംഘടന ഹർത്താൽ അല്ലെങ്കിൽ ഇതേമാതിരി പടങ്ങൾ റിലീസ് ചെയ്യില്ല എന്നുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. സിനിമ അതിനെതിരെയായിട്ടാണ് അന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടും ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊണ്ടത്. അത് മറന്നു കളയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമരം അങ്ങനെ സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതാത് സംഘടനകളുമായിട്ട് നേരത്തെ ലെറ്റർ കൊടുത്ത് അതിനെപ്പറ്റി ചർച്ച നടത്തി, ചർച്ച പരാജയം വരുമ്പോഴാണല്ലോ ഒരു സമര രൂപം വന്നത്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന അന്ന് ഉണ്ടാക്കിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മെമ്പറും എല്ലാം ആയ ശ്രീ ആന്റണി പെരുമ്പാവൂരും ദിലീപും അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ സ്ലോഗൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അന്ന് എനിക്കിതിൽ ഒരു വിരോധാഭാസമായിട്ട് തോന്നുന്നത്, ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ
ഇന്ന് ഈ പറയുന്ന വിജയകുമാർ എന്ന് പറയുന്ന ആൾ അന്ന് ആ സംഘടനയിലില്ല, അന്ന് ഫെഡറേഷൻ്റെ കൂടെയാണ്. അതിനുശേഷം ഫിയോക്ക് വളർന്നപ്പോൾ അതിൽ ബസ്സിൽ കൈ കാണിച്ച് ആൾക്കാർ നിർത്തണമാതിരി ചാടിക്കയറുകയാണ് ചെയ്തത്. അപ്പം അത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ തെറ്റിദ്ധാരണജനകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു തിയേറ്റർ ഉടമയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ എങ്ങനെ ചിത്രം പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി പുള്ളിക്ക് വലിയ വിവരമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ കൂടെ ഇരുന്ന സെക്രട്ടറി ആണെങ്കിലും ശരി, വേറെ ആരൊക്കെ ആണെങ്കിലും ശരി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും അത് പബ്ലിക്കിലേക്ക് പോകും, എൻ്റെ വിവരമില്ലായ്മ അതിൽ വരാൻ പാടില്ല എന്ന് വളരെ നിർബന്ധം ആയിട്ട് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളാറുണ്ട്. എന്നിട്ട് വേണം ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. ചിത്രങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ പ്രദർശനശാലയിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഘടകം അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടർ എന്ന് പറയുന്ന സാധനം അല്ല ഇന്ന് ഡിജിറ്റൽ സിനിമയിൽ ഉപയോഗിക്കുന്ന. പ്രൊജക്ടർ പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ്. അതിന് സെർവറുണ്ട്. ആ സെർവറിൽ ഏത് തരം പ്രൊജക്ടേഴ്സ് തിയേറ്റർ ഉടമകൾ മേടിച്ചാലും ആകെ പറയുന്നത് നമ്മളുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയായിട്ട് ഏത് പടം അതിൽ ഡൗൺലോഡ് ചെയ്യുന്നു അതിൽ കൂടെ 4K ആണെങ്കിലും 2K ആണെങ്കിലും 8K ആണെങ്കിലും അല്ലാതെയുള്ള എല്ലാ കേകളും അടക്കമുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രൊജക്ടർ മേടിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ മറ്റേ അവരെ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ എന്തൊരു വിരോധാഭാസമാണ്. ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്ന സിനിമയെപ്പറ്റി അറിയാൻ പാടാത്ത ഒരാൾ പറയുന്ന പ്രൊജക്ടർ മേടിച്ച് വേണം. ഞങ്ങളാരും പ്രൊജക്ടർ കച്ചവടക്കാരല്ല, ഒരാളും തന്നെ പ്രൊജക്ടർ കച്ചവടം ചെയ്യുന്നില്ല. ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ആണെങ്കിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും. ഇത് മലയാള സിനിമക്ക് ഏറ്റവും വലിയ അംഗീകാരം നേടിക്കൊടുത്ത ഒരു സംഘടനയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കണ്ടൻറ് മാസ്റ്ററിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആകെ കൊടുക്കുന്ന എന്താ, പ്രൊഡ്യൂസേഴ്സ് തരുന്ന സിനിമകൾ അവിടെ മാസ്റ്റർ ചെയ്തിട്ട് അതായത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നു. അതിന് സെർവറിൽ കൊണ്ടുപോയി ഡൗൺലോഡ് ചെയ്യുന്നു. UFO ആണെങ്കിലും ക്യൂബ് ആണെങ്കിലും എല്ലാവരും തന്നെ അതാണ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ കണ്ടൻറ് കാര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെയും കൂട്ടായ്മയിൽ നിന്ന് ഒരുമിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ PDC, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതാരും അറിയാതെ ഒരു ദിവസം 5 പേര് കൂടി ഒരു സൈഡ് ബിസിനസ്സായിട്ട് തുടങ്ങിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് അസോസിയേഷൻ്റെ നിയമാവലിയൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ടും, അതായത് ഒരു ബിസിനസ് മോട്ടീവ് അല്ല ഇതിലുള്ളത്. അത് കാരണമാണ് ഇദ്ദേഹം പറയുന്ന 5 പേരടങ്ങുന്നതോ 10 പേരടങ്ങുന്നതോ അത് എത്രയാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഒരു ഡയറക്ട് ബോർഡുണ്ട്, അതിന് ചെയർമാനുണ്ട്, അങ്ങനെയുള്ള ആ ബോഡിയാണ് അത് ഇത് ചെയ്യുന്നത്. അല്ലാതെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ എല്ലാവരും കൂടിയല്ല ഈ PDC കണ്ടൻസ് നടത്തുന്നത്. ബിക്കോസ് അതിൽ ടെക്നോളജിയുടെ ആവശ്യങ്ങളുണ്ട്. സമയാസമയങ്ങളിൽ അതിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് പുള്ളിയുടെ ഒരു എന്താ പറയുക, അബദ്ധങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കുക ഒന്ന്. പിന്നെ രണ്ടാമത് പറഞ്ഞത്, ഞാൻ ഇവരുടെ സമരത്തെപ്പറ്റി ഞാൻ നേരത്തെ പരാമർശിച്ചു, എന്തുകൊണ്ട് ഫിയോക്ക് ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ എല്ലാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടില്ല. ഈ സമയം വരെ ഞങ്ങളുടെ സെക്രട്ടറിയായ ശ്രീ SST സുബ്രഹ്മണ്യം അടക്കമുള്ള ആൾക്കാരോട്, എവർഷൈൻ മണി എന്ന് പറഞ്ഞത്, അദ്ദേഹത്തിനോട് ഞാൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടോ ഫിയോക്കിൻ്റെ അടുത്ത് ഇവർ പറയുന്ന മാതിരി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു ലെറ്റർ ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാ സംഘടനകൾക്കും കൊടുത്തെന്നൊക്കെ ഇന്നലെ വീരവാദം മുഴക്കി, അത് നമുക്കറിയില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കടലാസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന സമയം തൊട്ട് സമരം ചെയ്യണമെന്ന് പറഞ്ഞ് കടലാസ് വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് പേപ്പറിൽ ഞങ്ങൾ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ ഞങ്ങളത് ഇടുകയുള്ളൂ. ബിക്കോസ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയും അദ്ദേഹം ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എങ്ങോട്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ തിയേറ്റർ കൂട്ടിക്കൊണ്ടുള്ളൊരു സമരം നടത്തുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്.
അത് നിർമ്മാതാക്കൾക്കും ഹെൽപ്ഫുള്ളാണ്, മറ്റേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ഞങ്ങൾ എങ്ങനെ ഇത് ക്ലോസ് ഡൗൺ ചെയ്യും എന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആലോചനയിൽ ഞങ്ങൾക്ക് വന്നതാണ് ചിലപ്പോൾ ഒരു ക്ലോസ് ഡൗൺ വേണ്ടി വരുമെന്ന് എല്ലാവരും മനസ്സിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഇവർ മുൻതൂക്കം എടുത്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ അവരുടെ കാര്യവും കൂടെ നടന്നിരിക്കും ഗവൺമെൻറ് സൈഡിൽ നിന്ന്. പക്ഷേ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഇപ്പം അവർ തന്നെ പൂട്ടുന്നു. പിന്നെ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എൻ്റെ കാഴ്ചപ്പാട് എതിരിടലാൻഡല്ലത്. അങ്ങനെ പൂട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം എത്ര ഒന്നാമത് ഞങ്ങളിപ്പോൾ വളരെയധികം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ റിലീസ് രീതി മാറ്റുക, വൈഡായിട്ട് റിലീസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ആശയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന തിയേറ്ററുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പണി എളുപ്പമായി. സിനിമയെ സ്നേഹിക്കുന്നവരാണ് ഈ തിയേറ്ററുകാരെങ്കിൽ അവർ തുറന്നു വെച്ച് പടം കളിക്കും. അപ്പം ഞങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, എത്ര തിയേറ്റർ പൂട്ടി, എത്ര തിയേറ്റർ തുറന്നു. അപ്പോൾ ആ തുറന്ന തിയേറ്ററുകാർ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ മാത്രം മുന്നിൽ കണ്ട് സിനിമ കൊടുത്തേച്ചാൽ മതിയല്ലോ. അപ്പോൾ 22-ാം തീയതി എന്ന് പറയുന്നു, 23-ആണെന്ന് പറയുന്നു. ഇതൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്കൊന്നും ലെറ്റർ കിട്ടിയിട്ടില്ല. ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉദ്ദേശിച്ചാണ്, ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ SST സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്തൊരു ലെറ്ററിനെ പറ്റി ഞങ്ങൾ എങ്ങനെ പരാമർശിക്കുക? അതേമാതിരി തന്നെ OTT റിലീസ്, ഇതൊക്കെയാണ് ഇവർ മുൻകൂട്ടി പറയുന്നത്. ഇതൊക്കെ പല വട്ടം ചേംബറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേംബറിനെ ധിക്കരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അവിടെ ഇത് ചെയ്തേക്കുന്നത്, മറ്റേ ഈ അഫിഡവിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, ചേംബറിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാനടക്കമുള്ള പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എണീറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് നടപ്പിലാകില്ല. ബിക്കോസ് ഇതിൻ്റെ OTT ബിസിനസ്സോ സാറ്റലൈറ്റ് ബിസിനസ്സോ നടക്കുമ്പോൾ അവരിപ്പോൾ പുതിയ വെച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചേ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവർ പറയുന്ന മാതിരി 40 ദിവസം ഞങ്ങൾ 50 ദിവസവും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ 50 ദിവസം ഞങ്ങളുടെ പടം ഇവർ കളിച്ചു തരുമോ? അതിന് ഉത്തരം അവർ പറയണ്ടേ. നിങ്ങൾ OTT കൊടുക്കാതെ ഞങ്ങളുടെ മുതൽ മുടക്ക് അവർ തിരിച്ചു തരാം, അങ്ങനെയല്ലേ ഒരു സ്പേസ് വേണ്ടത്. അപ്പോൾ ആ സ്പേസ് ഇല്ല. ഇവർ പറയട്ടെ ഞങ്ങളുടെ മുതൽ മുടക്ക് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തരാം. അങ്ങനെ വീറോ വാശിയും ഉള്ളവർ അങ്ങനെ വേണം സഹായിക്കാൻ. അല്ലാതെ സിനിമ തിയേറ്റർ അടച്ചിട്ടിട്ടാണോ? അല്ലെങ്കിൽ ഇരിക്കുന്ന സിനിമകൾ ചിലപ്പോൾ 1, 2, 3, അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന മാതിരി മഞ്ഞമിൽ ബോയ്സോ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ വേറെ സിനിമകളോ ഒക്കെ വരും. എൻ്റെ മകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ആ സിനിമ 23-ന് വരാം. 1-ാം തീയതി സെൻട്രൽ പിക്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പടം വരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ അനിൽ തോമസ് റിലീസ് ചെയ്യുന്ന പടമുണ്ട്. സ്വന്തം റിസ്കിൽ അവർ റംസാനാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ OTT ആയിട്ട് അവർ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പം അത് ചെയ്യാൻ പാടില്ല എന്നും പറയേണ്ട കാര്യം ആർക്കുമില്ല. അല്ലെങ്കിൽ അവർ പറയണം നിങ്ങൾ OTT കൊടുക്കണ്ട, നിങ്ങൾക്ക് എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് ആ കോസ്റ്റ് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കളിച്ച് തന്നോളാം. എന്ത് എളുപ്പമുണ്ട് കാര്യങ്ങൾക്ക്. ആ 40 ദിവസം ഇവർ പറയുന്ന ദിവസങ്ങളോ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചുകൊണ്ടും ആ സിനിമാ തിയേറ്ററിൽ കൊടുത്തേക്ക പടങ്ങൾ. പിന്നെ നേരത്തെ നിങ്ങൾ പ്രതിപാദിച്ചതിൽ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ PDC കണ്ടൻസ്, അതായത് പ്രൊഡ്യൂസർ സോഴ്സിൽ നിന്നുള്ള ഒരു കണ്ടൻറ്റ് സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയി കളിക്കുന്ന ഒരു പ്രൊജക്ടർ മാറ്റേണ്ട കാര്യമില്ല, സെർവർ ഡീറ്റെയിൽസ് മാത്രം തന്നാൽ മതി. അത് എന്തുകൊണ്ടിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ അത് പറഞ്ഞില്ലെങ്കിൽ പൂർത്തിയാവില്ല. അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കണ്ടൻറ്റ് ഒരു തിയേറ്ററിൽ കളിച്ചു കഴിഞ്ഞാൽ 5500 രൂപ നമ്മളാകെ അടച്ചേച്ചാൽ മതി. അതിന് ലിമിറ്റേഷനില്ല, അൺലിമിറ്റഡാണ്. ഇവർ പ്രകമ്പനം കൊണ്ട് ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ക്യൂബ് UFO എന്നീ പറയുന്ന കുത്തക ആൾക്കാരിൽ നിന്ന് അവർക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, സ്വന്തമായിട്ട് തിയേറ്ററും അല്ലെങ്കിൽ പ്രൊജക്ടർ മേടിച്ചിരുന്ന ആൾക്കാർക്ക് പിന്നെ എന്തിനാ VPF എന്നും പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്? അതല്ല, ഡിജിറ്റൽ യുഗം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെയോ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ അറിവില്ലായ്മ കൊണ്ടോ UFO എന്ന് പറഞ്ഞ സാധനത്തിന് ഞങ്ങളൊരു അതിൻ്റെ VPF ചാർജ് കുറവാണെന്നും പറഞ്ഞ് കൊടുത്തത് അബദ്ധം. ഇന്ന് ഞങ്ങൾ ഈ ക്യൂബിനാണെങ്കിലും UFOനാണെങ്കിലും
87 ലക്ഷം രൂപ VPF ചാർജ് അടച്ച ചരിത്രം നമുക്കുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ പടത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പം ഈ നമ്മളുടെ PDC കണ്ടൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ തീർച്ചയായിട്ടും ഇത് ഒരു 100 സ്റ്റേഷൻ ഞങ്ങൾക്ക് ഇത് ഇപ്പം തന്നെ 70 സ്റ്റേഷനോളം 70 സ്ക്രീനുകൾ ഞങ്ങൾക്കുണ്ട്. അത് 100 സ്ക്രീനായിട്ട് വർദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ വരുന്ന ചിലവ് 5,05,000 രൂപയാണ് ആകെ ചിലവ്. അതിന് സെക്കൻഡ് വീക്കിന് കാശ് അടക്കണ്ട, തേർഡ് വീക്കിന് കാശ് അടക്കണ്ട, ഫോർത്ത് വീക്കിനും കാശ് അടക്കണ്ട. പടം അൺലിമിറ്റഡ് റണ്ണായിട്ട് കളിക്കാം. ഇനി അതല്ല, ഒരാഴ്ചത്തെ പടമാണെങ്കിൽ വെറും 3,500 അടച്ചാൽ മതി. അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ലക്ഷ്യം പാവപ്പെട്ട ഈ പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടറിനെയും ഹെൽപ്പ് ചെയ്യുക, അതിലൊരു 10 പൈസ ലാഭം ഉണ്ടാക്കാതെ അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ, ഈ 5,50,000 രൂപയുടെ പകരത്തിൽ 85 ലക്ഷം രൂപ 1 കോടി രൂപയോളം VPF ചാർജ് എന്നും പറഞ്ഞ് മൂന്നാമത് ഒരാൾ മേടിച്ചുകൊണ്ട് പോണതിൽ എന്താ? ഒരു സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടറും സെർവറും ഉണ്ടെങ്കിലേ ഇന്ന് സിനിമാ തിയേറ്റർ ആവുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഹോളാണ്. അത് അവരുടെ ഡ്യൂട്ടി അല്ലേ? അവർക്ക് ക്യാൻറ്റീൻ കച്ചവടമുണ്ട്. അതെവിടെയെങ്കിലും അക്കൗണ്ടഡാണോ? GST അടക്കുന്നുണ്ടോ? ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല. ഞങ്ങളുടെ സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും VPF ചാർജ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ നിന്ന് പിടിച്ച് വാങ്ങിച്ച് ഈ ക്യൂബിലും UFO ഇങ്ങനെയുള്ള PXT ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. 3-4 സെർവേഴ്സ് ഉണ്ട്. അവർക്ക് ഞങ്ങൾ എന്തിനു കാശ് കൊടുക്കണം? ഈ ചിന്തയിലാണ് PDC കണ്ടന്റ് വന്നത്. ഒരു ലാഭേച്ഛയില്ലാതെയാണ് PDC കണ്ടത്. അറ്റ് സെയിം ടൈം അവിടെ കളിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സിന് വരെയും ഈ തിയേറ്റർ ഉടമകൾക്ക് വിഹിതമുണ്ട്. ഈ മറ്റുള്ള സെർവർ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ല, അവർക്ക് തിയേറ്ററുകാർ സ്വന്തമായിട്ട് എടുക്കുക. അത്രയും അഡ്വർടൈസ്മെൻ്റ് പൈസ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? തീർച്ചയായും ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തി തന്നെയാണ് പറഞ്ഞത്. അതിനകത്ത് 2 കാര്യങ്ങൾ ഇനി പ്രസക്തമായുണ്ട്. ഇവർ പറയുന്ന ഒരു ആരോപണം, നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള 5 പേരാണ് ഈ കമ്മിറ്റിയിലുള്ളതാണോ ഈ കമ്പനിയിലുള്ളതെന്ന് പറഞ്ഞത്. ഈ കമ്പനിയിലുള്ളവർ 5 പേര് മാത്രമാണ്. ഇവർ എന്തുകൊണ്ട് ഈ കണ്ടന്റ് മേടിക്കുമ്പോൾ ഈ പ്രൊജക്ടിൻ്റെ കാര്യം പറയുമ്പോൾ പ്രൊജക്ടർ ഇല്ല എന്ന് പറയുന്നു, ഇത് തന്നെ വാങ്ങണം. പിന്നീട് ചില ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഒരു കിഡ്നി രോഗിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ഇവരുടെ ആരോപണം. അതേക്കുറിച്ച് എന്താണ്? നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് കിഡ്നി രോഗമുണ്ടോ, ബ്ലഡ് പ്രഷറുണ്ടോ, മറ്റേ ഷുഗറുണ്ടോ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ ഉള്ള തിയേറ്റേഴ്സിൻ്റെ അഡീഷണലായിട്ട് ഒരു തിയേറ്റർ പണിയുകയാണെങ്കിൽ എനിക്ക് ഹൈദരാലി പറയുന്നത് നന്നായിട്ട് തിരിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു കൽപ്പറ്റയിലുള്ള ഒരു തിയേറ്ററുകാരൻ 3ാമതൊരു തിയേറ്റർ പണിതു. മനസ്സിലായ? ആ തിയേറ്ററുകാരൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് തിയേറ്റേഴ്സിനല്ലാതെ പുതിയതായിട്ട് തിയേറ്റർ തന്നെയാണെങ്കിൽ ഞങ്ങളുടെ ഈ കണ്ടന്റ് വേണം. ഞങ്ങൾക്ക് അവിടെ പടം കളിക്കണ്ടേ? ഞങ്ങളുടെ നട്ടം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് അതുകൊണ്ട് സഹകരിക്കാൻ പാടില്ല? അതിന് ഭീഷണി എന്താ? ഞങ്ങളെന്താ ഗുണ്ടായുസം കാണിക്കുന്നവരാ? പിന്നെ 5 പേരടങ്ങുന്ന എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷനും ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഒരു കമ്പനി എങ്ങനെ തുടങ്ങണം, ആ കമ്പനി തുടങ്ങണ നമ്മുടെ ഓഡിറ്റേഴ്സും നമ്മുടെ അഡ്വൈസേഴ്സും എല്ലാം പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളവർ തന്നെയാണ് അതിൻ്റെ ഭാരവാഹികളും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരും അടങ്ങുന്നതാണ് കമ്പനി. ബിക്കോസ് ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മുടെ ബൈലോ അനുശാസിക്കുന്ന മാതിരി അല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. അതിന് അനുശാസിക്കാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ കണ്ടന്റ് മാസ്റ്ററിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പം അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അനുസരിച്ച് പ്രത്യേകമായിട്ട് ഇതിനൊരു ബോഡി വേണം. അത് 5, 10, 15 ആരെ വേണമെങ്കിലും ആകാം. ഇതൊന്നും തിയേറ്ററുകാരുടെ തലയിൽ കൂടെ പോകേണ്ട കാര്യമല്ല. അല്ല, അവിടെ ഈ 5 പേര് അല്ലെങ്കിൽ 10 പേരെന്ന് ഇപ്പം ഒക്കെ പറയുന്നുണ്ട്. അവർ നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭാരവാഹികൾ ഇരിക്കുന്നവർ തന്നെയാണ്. എന്തുകൊണ്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് ആ പ്രൊജക്ട് തന്നെ വെക്കണം എന്ന് പറയാനുള്ള അവകാശം എന്തിനാണ്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഞാൻ അതിൽ തിരുത്തി പറഞ്ഞു, പുതിയതായിട്ട് വരുന്ന തിയേറ്ററിലെങ്കിലും ഞങ്ങൾക്ക് പണ്ട് പറ്റിയ അബദ്ധം ഇനി ഉണ്ടാകരുത്. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ബിക്കോസ് 5,500 രൂപ ആ തിയേറ്ററിൽ ഞങ്ങൾക്ക് പടം കളിക്കാം. അല്ല, അവര് വെക്കുന്ന പ്രൊജക്ട് നിങ്ങൾ പ്രൊജക്ടർ അല്ല, അവർ വെക്കുന്ന കണ്ടന്റ് മാസ്റ്റർ, കണ്ടന്റ് നത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന സെർവർ, ആ സെർവറിൽ കൂടെയാണ് സിനിമ പ്രൊജക്ടറിലേക്ക് വരുന്നത്. അവർക്ക് വേറെ സെർവർ വാങ്ങാൻ പറ്റില്ല.
എന്തുകൊണ്ട് പറയാം? അത് വേണ്ടല്ലോ. അതിൻ്റെ ആ സെർവറിൻ്റെ, അതായത് ഈ ടെക്നോളജി അറിയാത്തവർ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ടെക്നോളജി അനുസരിച്ചിട്ട് അവരുടെ കണ്ടന്റിൻ്റെ സെർവറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേച്ച് മതി. ആ ഡീറ്റെയിൽസ് കുത്തകയായിട്ട് വരുന്ന UFO ക്യൂബ് എന്ന് പറഞ്ഞ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണേണ്. അത് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഷെയർ ചെയ്തിട്ട് നമ്മുടെ സിനിമ കളിക്കാം. അത്രേ ഉള്ളൂ ഇതിൽ കാര്യം. ടെക്നോളജി വൈസാണ് ഈ സംസാരിക്കുന്നത്, മനസ്സിലായി? അല്ലാതെ അതൊന്നും മാറ്റണ്ട. സെർവർ മാറ്റണ്ട, പ്രൊജക്ടർ മാറ്റണ്ട, സൗണ്ട് സിസ്റ്റം മാറ്റണ്ട. പിന്നെ എന്തുകൊണ്ടാണ് വിജയകുമാർ അങ്ങനെ പറയുന്നതെന്നാണ് അവിടെയാണ് വിവരമില്ലായ്മ എന്ന് പറയൂ. അതിന് വിവരമില്ലായ്മ, അത്രേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആരോപണം ഉണ്ടെങ്കിൽ എന്താ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഭാരവാഹികളോ അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സോ അത്ര ഇഡിയറ്റ്സ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് അവർ ചോദ്യം ചെയ്യില്ല? ഒരു 5 പേരോ 10 പേരോ അടങ്ങിയ ഒരു കമ്മിറ്റി ഇതിൻ്റെ പേരും പറഞ്ഞ് കാശടിച്ച് മാറ്റുന്ന ഉള്ള ധ്വനിയല്ലേ അതിൽ നിന്ന് വരുന്നത്, അല്ലേ? അതെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് ഈ ഇവിടെ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇത് എങ്ങനെ ഇത് കണ്ട് ഇത്രയും നാൾ ഇവിടെ നിന്നു? എത്ര കൊല്ലമായി വന്നിട്ട്? ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു എല്ലാവിധ ലാംഗ്വേജ് പിക്ചേഴ്സും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം ഇത് വിവരമില്ലായ്മയാണ്. ആരെങ്കിലും ഒരു ദിവസം കാലത്ത് തെറി പറയുക, കുറേ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക, ഇതൊന്നും അല്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടന്റ് മാസ്റ്ററിങ്ങിന് ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞാൽ കമ്പനി ലോ അനുസരിച്ചുള്ള ബോഡിയാണ്. അത് അസോസിയേഷനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അസോസിയേഷൻ്റെ ബിൽഡിങ്ങിൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസോസിയേഷൻ്റെ പെർമിഷൻ വേണം. അതുണ്ടല്ലോ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസറിൽ എത്രയോ മെമ്പേഴ്സ് ഉണ്ട്. ഒരു ജഡ് ബോഡി വിളിച്ചാൽ വരുന്ന 10, 600, 700 മെമ്പേഴ്സ് ഉണ്ട്. അവർ നമുക്ക് ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. എന്തേ? എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ട്. ഇത് അക്കൗണ്ടഡ് ആണ്. ഇവിടെയും ക്ലിയർ ആകാതെ പോയത് വിജയകുമാർ പറഞ്ഞ ഒരു പോയിന്റുകളാണ്. ഇങ്ങനെ ഒരു കമ്പനി ഇവർ തന്നെ മേൽനോട്ടം നടത്തി ഈ കമ്പനി തന്നെ പർച്ചേസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് വിജയകുമാർ പറയുന്നത്. അല്ല, അത് അദ്ദേഹം വേറെ സ്ഥലത്ത് പറയുന്നത് തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ല, പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ കാശ് ആരാ കൊടുക്കുന്നത്? അതിനുള്ള പൈസ ഒരാഴ്ച ഒരു സിനിമ കളിക്കണമെന്നുണ്ടെങ്കിൽ അവർ പ്രദർശിപ്പിക്കാൻ വേണ്ടി അതിനുള്ള പൈസ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറാണ് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ അങ്ങനെയല്ല. അതിൻ്റെ വോളിയം വളരെ കുറവാണ്. ആ കണ്ടന്റിന്റെ പൈസ കുറവാണ്. അവർ നോക്കുമ്പോൾ പൈസ കൂടും. അത് പൈസ കൂടുതലല്ല, വളരെ ഒരുമാതിരി കൊള്ളേടിയാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതേമാതിരി സെർവറും ഒക്കെ സ്വന്തമായിട്ട് വെച്ചേക്കുന്ന തിയേറ്റർ ഉടമകൾ എന്താ ചെയ്യുന്നത്? ഇവരൊരു തേർഡ് പാർട്ടി ഏജന്റായിട്ട് വെച്ചിട്ട് അവരാണ് കാശടിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് കാശടപ്പിച്ചിട്ട് തിയേറ്റർ ഉടമകളാണ് പൈസ അടിക്കുന്നത്. പിന്നെ അവരടിച്ച് മാറ്റും. അണ്ടർസ്റ്റുഡ് അല്ലേ? സ്വന്തമായിട്ട് പ്രൊജക്ടറും സ്വന്തമായിട്ട് സെർവറും ഉള്ള തിയേറ്ററുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്യൂബിലും UFOയിലും അടക്കുന്ന പൈസ ആർക്കാ പോണത്? ക്യൂബുകാർക്ക് എന്താ പ്രശ്നം? അവരുടെ സെർവർ ഇവരൊക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് പറയണമെങ്കിൽ ഞാൻ ബെൻസ് കാറ് മേടിക്കും, നിങ്ങൾ CC അടച്ചോളണം എന്ന് പറയുന്ന നയമേ ഇതിനുള്ളൂ. 22-ാം തീയതി മുതൽ അല്ലെങ്കിൽ 23-ാം തീയതി മുതൽ ഇവർ സമരപുരമായിട്ട് പോയി കഴിഞ്ഞാൽ നിർമ്മാതാക്കളുടെ സംഘടനയും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയും ഇവരുമായിട്ട് സഹകരിക്കില്ല. ഇവരായിട്ടെന്നല്ല, തുറന്ന് പ്രവർത്തിക്കുന്നവരായിട്ട് ഞങ്ങൾ സമരവുമായിട്ട് പോകുന്നവരായിട്ട് സഹകരിക്കില്ല. അതെന്താ കാര്യമെന്നറിയോ? ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ റിലീസ് സ്റ്റേഷൻസ് ഒന്ന് റിസ്ട്രിക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടെ നമുക്കുണ്ട്. അത് അവരായിട്ട് വഴിവെച്ച് വരുന്നു. അതാണ് അത്രയാണ് അതിലെ ചുരുക്കം. അവരായിട്ട് വഴി. നിലവിൽ എങ്ങനെ സമരമായിട്ട് പോയാൽ അവരുമായിട്ട് സഹകരിക്കില്ല. അല്ല, ഇനി സഹകരണം ഇല്ല. ഇനിയിപ്പോ ചർച്ചയ്ക്കുമല്ല, അതായത് സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി ചർച്ചയ്ക്കല്ല. അതിന് മുമ്പാണ് ചർച്ചയ്ക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എത്രയോ മീറ്റിംഗ് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും കമ്പൈൻ ചെയ്തിട്ട് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടനയും ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടനയും എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയായിട്ട് ഈ കഴിഞ്ഞ നാളുകളിൽ തന്നെ മിനിറ്റ്സ് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഇനി ചർച്ചയ്ക്കുമില്ല. ഇനിയും ചർച്ചയ്ക്കില്ല. പക്ഷേ സമരം എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ അത് നല്ലതാണെന്നുള്ളത് ഞങ്ങളുടെ ഭാഗം. അതുകൊണ്ട് എണ്ണം കുറയും, ലിമിറ്റായിട്ട് റിലീസിങ് നടക്കും. അതെ, ഇനിയിപ്പോൾ ചർച്ചയ്ക്കുമില്ല. അതോടൊപ്പം തന്നെ OTTയുടെ കാര്യത്തിൽ ഈ 45 ദിവസം ഡിമാൻഡ് അംഗീകരിക്കുമില്ല. അതെന്താ എങ്ങനെ സാധിക്കും? അത് അംഗീകരിക്കും. അതെങ്ങനെ സാധിക്കും? എന്തെങ്കിലും വിവരം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഇവർ പറയട്ടെ
നമുക്ക് ഓടിച്ചു തരാവുന്നതാണ്. നമുക്ക് 45 ദിവസം കഴിഞ്ഞ് OTTക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിന് വരുന്ന മുടക്കൽ മുതൽ എന്താണെന്ന് വെച്ചാൽ അവർ തരട്ടെ, അല്ലെങ്കിൽ MG ആയിട്ട് അവർ മുതലല്ലെങ്കിൽ പോലും ആ സിനിമ ഓടിച്ചു തന്നാൽ മതിയായിരുന്നു. ഓടിച്ചു തന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഈ വിജയകുമാർ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയകുമാറാണല്ലോ പറഞ്ഞത്. അല്ല, അസോസിയേഷൻ ഇന്നലെ ഒരു തീരുമാനം. അല്ല, അസോസിയേഷൻ കൂടിയപ്പോഴത്തേക്കും അവരറിഞ്ഞിട്ടാണോ ഇത് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കൂടിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു. വിജയകുമാർ ഇന്നലെ പറഞ്ഞ 22-ാം തീയതി തൊട്ട് ഇത് 23-ലേക്ക് മാറണം, ഒരു വലിയ പടം വരും. അല്ല, അത് വലിയ പടം വരുമ്പോൾ അവർ 22-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 22-ാം തീയതി കിട്ടുന്ന പടം മേടിച്ച് കളിച്ചിട്ട് 23-ാം തീയതി സമരം എന്ന് പറഞ്ഞതിൻ്റെ എന്താ അർത്ഥമുള്ളത്? അതാണ് ചോദ്യം. എന്താ അർത്ഥമുള്ളത്? ധൈര്യം ഉണ്ടെങ്കിൽ അവർ 22 തൊട്ട് അടക്കട്ടെ. 22-നാണ് ആ പടം, 23-നാണ് മറ്റുള്ള പടങ്ങൾ വന്നത്. അതാണ് ഒരു ചോദ്യം. ഞാൻ വെല്ലുവിളിക്കുന്നത് 22-ാം തീയതിയാണ് ഇന്ന് സുജിത്ത് എന്ന് പറയുന്ന ഡ്രീം ബിഗിലെ ഓണർ പറഞ്ഞത്. 22-ന് അവരുടെ പടം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും സാങ്കേതിക കാരണം വല്ല അഖിലേന്ത്യാ പണിമുടക്കോ വല്ലതും വന്നിട്ട് 23-നായിട്ട് പടം എന്ന് തുടങ്ങുന്നു. ഞങ്ങൾക്ക് 22, 23 പ്രശ്നമില്ല. അതൊക്കെ ഓരോ തിയേറ്ററിൻ്റെ ഈ വിതരണക്കാരുടെ ആവശ്യം. പക്ഷേ ഇവർ പ്രഖ്യാപിച്ചേക്കുന്നത് ആദ്യം കേട്ട് 22 പിന്നെ അപ്പോൾ 23 ആയിട്ട് ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററിലും ഈ പടം കളിക്കണം. 152 സ്റ്റേഷനിൽ ഇത് റിലീസാണ് 22-ന്. അപ്പോൾ ആ 152 തിയേറ്ററെങ്കിലും കളിച്ചിട്ട് കിട്ടാത്തവർക്ക് സമരം ചെയ്യാമല്ലോ. അങ്ങനെയും ചെയ്യട്ടെ. പിന്നെ അപ്പോൾ പറയും 23-ാം തീയതിയിലെ പടങ്ങളെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറയും. അപ്പോൾ കിട്ടാനുള്ള കിട്ടിക്കോട്ടെ. അതെ 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 എന്നുള്ളൊരു പോളിസിയാണോ ഇത്? എനിക്കറിയില്ല. എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇനി പറഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. സമരവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ തിയേറ്റർ ഉടമകളായിട്ട് സഹകരിക്കില്ല. ഇനി ഒരു ചർച്ചയ്ക്കും ഈ നിർമ്മാതാക്കളും ഡിസ്ട്രിബ്യൂട്ടർമാരും ചർച്ചയ്ക്കുമില്ല. കാരണം സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരു ചർച്ചയ്ക്കില്ല. ധൈര്യമുണ്ടെങ്കിൽ 22-ാം തീയതി മുതൽ സമരം നടത്തണം. ഈ തിയേറ്ററിൽ റിലീസ് ചെയ്യില്ല എങ്കിൽ ചലഞ്ച് ചെയ്യുകയാണ് 22-ാം തീയതി മുതൽ എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളുണ്ടാകും. എന്തായാലും സിനിമകൾ നല്ല രീതിക്ക് പോകുന്ന സമയത്ത് ഇത്തരമൊരു സമരം വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് ഞാൻ. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമലു അല്ലെങ്കിൽ മറ്റുള്ള പടങ്ങൾ അത് കളിക്കും. അതെന്ത് കളിക്കുന്നത്? അപ്പം സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തണ്ടേ? അത് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതെന്താണത്? അത് തിയേറ്ററിൽ നിന്ന് മാറ്റില്ല. അതെന്തേ? എൻ്റെ ചക്കച്ചുള്ളമാർ കാശ് കിട്ടുമ്പോഴത്തേക്ക് അത് നിർത്തിയിട്ടാണ് സമരം ചെയ്യണത്. ഇവിടെ അഖിലേന്ത്യാ പണി മുടക്കും, അതേമാതിരി തന്നെ മറ്റേ സ്റ്റേറ്റ് വൈസ് പണി മുടക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ജീവനക്കാരും ബസ് ജീവനക്കാരും പണി മുടക്കുമ്പം അന്നത്തെ ഓട്ടം ഇല്ല, അത് ഞങ്ങൾ നേരത്തെ ഓടാൻ തീരുമാനിച്ചതാണെന്നും പറഞ്ഞാണ് പടം. അതാണ് ഇപ്പൊ അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. അതെന്തൊരു ധൈര്യം പോരാ, വളരെ നാണക്കേടാണ് ഇത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന പടം ഓടിക്കോട്ടെ. അത് റിലീസ് ചെയ്ത് എല്ലാ ക്യാമ്പിലും ഓടുന്നുണ്ട്. 135, 160 ക്യാമ്പിലും ഓടുന്നുണ്ട്. പിന്നെന്ത് സമരമോടും? പിന്നെന്ത് സമരം ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് നിർത്തണം. ഇപ്പം ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും കൂടെ ഒരുമിച്ച് സമരം ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ ഇല്ല. അങ്ങനെയല്ലേ? ഞങ്ങൾ 10 ദിവസം ഷൂട്ട് ചെയ്തു, അവിടെ വെച്ച് നിർത്തിക്കുമോ? നിങ്ങൾക്ക് അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റൊക്കെ ഞങ്ങൾ മേടിച്ച് തരാം തുടങ്ങുമ്പം. ഇതല്ലേ നമ്മുടെ നയം? ഇതെന്ത് സമരം? ഇരട്ടത്താപ്പ് വേണമെങ്കിൽ പറയാം. ഇരട്ടത്താപ്പെന്നല്ല ഇത് പറയാം, ഇതിന് വേറെ പേരാ പറയണത്. എന്ന് കഴിഞ്ഞാൽ പ്രേമലു ഓടുന്നു, മറ്റേ ടൊവിനോടെ പടം ഓടുന്നു, മറ്റേ ബ്രഹ്മയുഗം ഓടുന്നു. അപ്പം എത്രത്തോളം തിയേറ്റർ ആയിടും? അപ്പം എൻ്റെ ഒരു സംശയം, ഇവർക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുവെച്ചാൽ ഈ 3 തിയേറ്ററും കൂടെ കൂട്ടുമ്പോൾ തന്നെ 100-400 സ്ക്രീനായി. പിന്നെ ആരാ സമരം ചെയ്യണത്? അല്ല, നിലവിൽ ഓടുന്ന സിനിമ ഓടുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അത് ശരിയല്ല കേട്ടോ. അതാണ് മഞ്ഞുമേൽ ബോയ്സും എടുക്കുന്നു, അതും അടുത്ത വലിയ സിനിമയാണ്. പിന്നെ റംസാനും ഓക്കെ ആയില്ലേ? അപ്പം സമരം ചെയ്യാം എന്നുള്ള മാറ്റം, അത് പ്രശ്നമൊന്നുമില്ല. അത് കൃത്യമാണ്. അങ്ങനെ ഒരു സമരം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. പണിമുടക്കെന്ന് പറഞ്ഞാൽ പണിമുടക്കുക, അത് മൊത്തം അടച്ചിട്ട് പണിമുടക്കുക. അതല്ലേ എൻ്റെ ന്യായം. ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഓടിക്കോട്ടെ. ഒരു വിഭാഗത്തിന് സിനിമ തിയേറ്ററുകാർക്ക് കാശ് കിട്ടിക്കോട്ടെ, വേറൊരു വിഭാഗത്തിന് കിട്ടണ്ട. അതാണ് ഉദ്ദേശം. വ്യക്തമാക്കണം കാര്യങ്ങൾ. അതെ അതെ, എല്ലാ തിയേറ്ററിലും സിനിമയില്ലല്ലോ. അപ്പം പിന്നെ എന്ത് ചെയ്യും? അപ്പം 400 തിയേറ്ററുകൾ ഇപ്പം നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഈ ബ്രഹ്മയുഗം, ടൊവിനോ തോമസിൻ്റെ പടവും മറ്റേ പ്രേമലു 3 പടങ്ങൾ തന്നെ ഇത്രയും സ്ക്രീനിൽ കളിക്കുന്നു. ഇനിയിപ്പം മഞ്ഞുമേൽ ബോയ്സ് അതും കളിക്കുന്നു. അപ്പോൾ ഏകദേശം കേരളം ഫുള്ളായി.
പിന്നെ സമരം ചെയ്യാന്ന് പറയണ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. പിന്നീടുള്ള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്ന് പറയുന്നു. അത് പിന്നീട് ഏതാണ് 22 ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പിന്നീടുള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-ാം തീയതി റിലീസുള്ളതായിട്ട് നമുക്കറിയില്ല. പിന്നെ 1-ാം തീയതി 2-ാം തീയതിയാണ് റിലീസ്. അപ്പോൾ അതെന്ന് വെച്ചാൽ പാവം അനിൽ തോമസിന്റെ പടം ഒന്നാണ്. അത് ഈ പറഞ്ഞ മാതിരി ലോകത്ത് മുഴുവനും റിലീസ് ചെയ്യുന്ന പടമല്ല. അത് കാരണം ചിലപ്പോൾ അത് പിന്നെ ഉപദ്രവിക്കാനായിരിക്കാം, അല്ലാതെ അത് കളിക്കാതിരിക്കില്ല. അത് കളിക്കുമെന്ന് അനിൽ തോമസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനിൽ തോമസ് പറഞ്ഞാൽ തിയേറ്ററുകാർക്ക് അറിയാം. അത് നിങ്ങൾ അവരെ സഹായിക്കുന്ന അല്ല, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം കൊണ്ടിട്ട് സപ്പോർട്ടും ഇതൊന്നുമല്ല, പല സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ട്. ഈ സുഹൃത്ത് ബന്ധങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം, കാത്തിരുന്ന് തന്നെ കാണാം. ഈ പറയുന്ന പോലെ 22-ാം തീയതി 23-ാം തീയതി സമയ ദിവസങ്ങൾ മാറ്റുന്നു സംഘടന. ഈ പറഞ്ഞ പോലെ സേതക്ക പറഞ്ഞ പോലെ ധൈര്യമുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ പോലും നിർത്തിയാണ് സമരം എന്ന് പറഞ്ഞാൽ, അല്ലാതെ കിട്ടാവുന്ന പൈസ കിട്ടിക്കോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സമരമുറയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്നതായിരിക്കും. കാരണം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. OTT റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഒരു കാരണവശാലും 45 ദിവസമൊന്നും ആകില്ല എന്ന് ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ സേതക്കയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അത് സംഘടന എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ നമുക്ക് കാണാം.